വെൽക്കം ടു ഈസി എക്സ്പോർട്സ്. ഈസി എക്സ്പോർട്സ് കുറച്ച് ദിവസങ്ങളായി വീഡിയോ ചെയ്യാൻ അല്പം താമസം വന്നു. കാരണം ഒരുപാട് ബിസി ഷെഡ്യൂളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഈസി എക്സ്പോർട്സിന്റെ മുഴുവൻ ടീം അംഗങ്ങളും ഒരു സുപ്രധാനമായ ഒരു കാര്യത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരികയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈസി എക്സ്പോർട്സ് സീ ഫുഡ് എക്സ്പോർട്ടിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. അതും തീരദേശ വികസന കോർപ്പറേഷൻ, ഗവൺമെന്റിന്റെ തീരദേശ വികസന കോർപ്പറേഷനുമായി ജോയിന്റായി അവരുണ്ടാക്കുന്ന സീ ഫുഡ്, അത് ഡ്രൈ ഫുഡ് ആയാലും ഫ്രോസൺ ഫുഡ്, സീ ഫുഡ് ആയാലും നമ്മൾ കയറ്റുമതി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഈ ഈസി എക്സ്പോർട്സിന്റെ എല്ലാ ടീം അംഗങ്ങളും ഉണ്ട്. കൂടാതെ ഒരു സ്പെഷ്യൽ അതിഥി കൂടിയുണ്ട്. അത് തീരദേശ വികസന കോർപ്പറേഷന്റെ മാർക്കറ്റിംഗ് ഹെഡായ മിസ്റ്റർ ചെറിയൻ സാറാണ്. സാറും ഇന്ന് CM-ഉമായിട്ടുള്ള ഫംഗ്ഷനിലുണ്ടായിരുന്നു. എങ്കിലും നമുക്ക് ഇവരോടെല്ലാവരോടും ഈ സീ ഫുഡ് എക്സ്പോർട്ടിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ, കാരണം ഒരുപാട് പേര് ഈസി എക്സ്പോർട്സിൽ സീ ഫുഡ് എക്സ്പോർട്ടിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഒരുപാട് പേർക്ക് റിക്വയർമെന്റ് ഉണ്ട് എന്നറിയാം. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചെറിയാൻ സാറിനെ ഒന്ന് പരിചയപ്പെടാം. സാർ, ഈ തീരദേശ വികസന കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ജനം മനസ്സിലാക്കേണ്ടത്? തീരദേശ വികസന കോർപ്പറേഷൻ എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഫിഷറീസ് വകുപ്പിന്റെ കീഴിലുള്ള ഒരു കമ്പനിയാണ്. അത് ഫുള്ളി ഓൺഡ് കമ്പനി ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പം തീരദേശ കോർപ്പറേഷൻ ബേസിക്കലി ചെയ്യുന്നത് കോസ്റ്റൽ ഏരിയയിലുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും തീരദേശവുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് മത്സ്യമേഖലയിൽ വരുത്തുന്നതായിട്ടുള്ള പ്രൊജക്റ്റുകൾ ലീഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ കീഴിൽ കുറേ കമ്പനികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് കൊല്ലത്ത് ശക്തികുളങ്ങരയുള്ള ഫിഷ് പ്രോസസ്സിംഗ് സെന്റർ. അതിനകത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ സാറുമായി ബന്ധപ്പെട്ട് അവിടെ വന്ന ആ പ്ലാന്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഇത്രയും ഹൈജീനിക്കായിട്ട്, ഇത്രയും നല്ല രീതിയിൽ രോഗാണു വിമുക്തമായ അന്തരീക്ഷത്തിൽ നല്ല സിസ്റ്റത്തോടു കൂടി ഡ്രൈ ഫിഷ് ഉണ്ടാക്കുകയും കൂടാതെ മറ്റു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് കാണുന്നത്. പലർക്കും സത്യത്തിൽ അറിയില്ല തീരദേശ വികസന കോർപ്പറേഷൻ ഇങ്ങനെ പല ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഞങ്ങൾ സാർ പറഞ്ഞതനുസരിച്ച് ഒരുപാട് വിദേശ രാജ്യങ്ങളിലേക്ക് ഇതിന്റെ ഇൻഫർമേഷൻസ് കൊടുക്കുകയും നല്ല ഒരു റെസ്പോൺസ് ഞങ്ങൾക്ക് ലഭിക്കുകയും ഇന്ന് അതുകൊണ്ടാണ് നമുക്ക് പല രാജ്യങ്ങൾക്ക് നമ്മൾ അയച്ചത് പാസ്സാവുകയും ചെയ്തു. അപ്പോൾ ഇത് സത്യത്തിൽ ഏത് ടെക്നോളജി ഉപയോഗിച്ചാണ് നിങ്ങൾ ഇത്രയും ഹൈജീൻ കണ്ടീഷനിൽ ഈ പ്രോസസ്സ് ചെയ്യുന്നത് ഫിഷിന്റെ? തീരദേശ വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി, ഒരു വളരെ അഡ്വാൻസ്ഡ് ലെവലിലുള്ള സോളാർ ബേസ് ചെയ്തുകൊണ്ടുള്ള ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അതിലുള്ള ഡ്രയർ, അതായത് ഫിഷിനെ നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുന്നത് സോളാർ ഹീറ്റ് കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഡ്രയറാണ്. ആ ഡ്രയറിൽ നമ്മൾ ഹോട്ട് എയർ സർക്കുലേറ്റ് ചെയ്ത് അതിനകത്തൂടെയാണ് ഈ ഫിഷ് നമ്മൾ ഡ്രൈ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹൈജീനിക് ആയിട്ടുള്ള എൻവയൺമെൻറ്റിൽ ആൾക്കാർ റീപ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് ഇതിനകത്ത് ഫീഡ് ചെയ്ത് ഹൈജീനിക്കലി എക്സ്റ്റേണൽ കണ്ടാമിനേഷൻ ഒന്നും ഇല്ലാതെ വളരെ ഹൈജീനിക്കലി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ഡ്രൈഡ് ഫിഷ്. അപ്പോൾ ആ ഒരു എൻവയൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി അറിയാമല്ലോ നമുക്ക്. പിന്നെ ഒരു രീതിയിലുള്ള ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാതെ, പിന്നെ അതിൻ്റെ മറ്റുള്ള പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ സ്മെല്ലില്ല, ടേസ്റ്റ് അതിൻ്റെ പോകാതെ, ടെക്സ്ചർ പോകാതെ, എല്ലാ രീതിയിലും അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പാക്ക് ചെയ്ത് നമ്മളതൊരു ബ്രാൻഡായിട്ട് ഡ്രിഷ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലാണ് നമ്മളിപ്പോൾ അത് ഇറക്കുന്നത്. ഏതൊക്കെ പ്രദേശത്തുള്ള ഫിഷാണ് നിങ്ങൾ സാധാരണഗതിയിൽ കോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് ഇത് ചെയ്യുന്നത്? പ്രധാനമായും നമ്മൾ ഇതിനകത്ത് എടുക്കുന്ന ഫിഷ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെയുള്ള കേരളത്തിൻ്റെതായിട്ടുള്ള കോസ്റ്റൽ ഇതിലുള്ള ഫിഷിംഗ് ഹാർബേഴ്സ് ഉണ്ട്. അവിടെ നിന്നും നേരിട്ട് നമ്മൾ ഫിഷ് സോഴ്സ് ചെയ്ത് നമ്മളിവിടെ കൊണ്ടുവന്ന് അതിനെ പ്രീ പ്രോസസ്സ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതാത് ദിവസങ്ങളിലുള്ള ഫിഷിനെ തന്നെ
ഫിഷ് നമ്മൾ ഇപ്പോൾ ക്യാച്ച് ചെയ്യുന്നത് തന്നെ നേരിട്ട് കൊണ്ടുവന്നിട്ട് ആണ് അത് പ്രീ പ്രോസസ്സ് ചെയ്ത് അന്ന് തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ ആണ് അത് ഉണക്കിയെടുത്ത് നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് ഏറ്റവും ഫ്രഷായിട്ട് കേരളത്തിൽ കിട്ടുന്ന ഫിഷ് ഇത്രയും ഹൈജീനിക് എൻവയൺമെൻറ്റിൽ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം എന്തൊക്കെയാണ് ആ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ? ഈ നമ്മൾ ഡ്രൈഡ് ഫിഷ് കൂടാതെ തന്നെ തീരദേശ കോർപ്പറേഷൻ ചെയ്യുന്നത് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ട്. ആ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഓൾറെഡി നമ്മൾ ഈ മാർക്കറ്റിൽ, അതായത് കേരളത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. വിവിധ സൂപ്പർ മാർക്കറ്റുകളിലൂടെയും അതുപോലെ ഡയറക്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള നമുക്ക് ഈ ട്രക്കുകളിലൊക്കെ നമ്മൾ ഓരോരോ സ്റ്റോളുകളൊക്കെ ഇട്ടിട്ട് പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് നമ്മൾ ഈ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ലൈക്ക് സമോസ, കട്ട്ലറ്റ്, അങ്ങനത്തെ ഐറ്റംസും ക്രാബിൻ്റെ ഐറ്റംസും ഒക്കെ നമ്മളത് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലും വിദേശത്തുമുള്ള ആളുകൾക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രോസൺ ഫിഷും കൂടാതെ ഡ്രൈ ഫിഷ്, അതിനുമപ്പുറം വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ വളരെ നല്ല രീതിയിൽ ഹൈജീനിക്കായ രീതിയിൽ ടേസ്റ്റോടുകൂടി മാനുഫാക്ചർ ചെയ്ത് എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും, ഇപ്പോൾ കുറച്ച് പേരിൽ എത്തിയിട്ടുള്ളൂ, എല്ലാവരിലേക്കും എത്തും. അതിനുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളും അതിൽ സന്തോഷവാനാണ്. ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന, അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ അനസ് നമ്മുടെ കൂടെയുണ്ട്. ഇന്നത്തെ ഈ പരിപാടിക്ക് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ നീക്കിയ ഡോക്ടർ അനസ്, നിങ്ങൾ എന്തു പറയുന്നു? ഈ സീ ഫുഡ് മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് അതിന്റെ നിങ്ങളുടെ അഭിപ്രായം? സീ ഫുഡ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പ്രത്യേകത, നമ്മൾ പല പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും സീ ഫുഡിന്റെ ഒരു പ്രത്യേകത, നമ്മൾ അയക്കുന്ന മറ്റ് പ്രൊഡക്റ്റുകളെല്ലാം സൗത്ത് ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ഏഷ്യൻ കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ചുള്ളതാണ് നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സീ ഫുഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലാത്തരം ആളുകൾക്കും അത് വേണം. എന്ന് വെച്ചാൽ ഏഷ്യൻസിന് വേണം, അമേരിക്കൻസിന് വേണം, യൂറോപ്യൻസിന് വേണം. ഇപ്പം നമ്മൾ ഫ്രോസൺ ഫിഷൊക്കെ അയക്കുമ്പോഴത്തേക്കും അത് മറ്റേ ഈ പറഞ്ഞ അമേരിക്കൻസ്, അതുപോലെ തന്നെ ഏഷ്യൻസ്, UK എല്ലാവർക്കും ആവശ്യമുള്ള പ്രൊഡക്റ്റുകളാണ് ഈ സീ ഫുഡ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്കെല്ലാം ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാല്യൂ, നമ്മുടെ എക്സ്പോർട്ടിൻ്റെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരുപാട് അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. പിന്നെ കേരള തീരദേശ വികസന കോർപ്പറേഷനുമായിട്ട് നമ്മൾ കൈകോർത്ത് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലൊരു നല്ലൊരു മാറ്റം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ചേഞ്ചാണ് നമുക്ക് നമ്മുടെ എക്സ്പോർട്ട് രംഗത്തുണ്ടായത്. പ്രത്യേകിച്ച് നമ്മൾ ഡ്രൈ ഫിഷ് അയച്ചത് എല്ലാവർക്കും ഇൻ്റർനാഷണലി ക്ലയൻസിനെല്ലാം അതിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതിൻ്റെ പാക്കിങ് എല്ലാം ഇഷ്ടപ്പെട്ടു. തന്നെ ഒരുപാട് ആളുകൾക്ക് അത്ഭുതം ഉണ്ടായത്, സർക്കാർ സംവിധാനത്തിൽ ഇങ്ങനെയൊക്കെ പ്രൊഡക്റ്റുകൾ കിട്ടുമോ, ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട്. കാരണം സർക്കാർ സംവിധാനം പൊതുവെ ആളുകൾക്ക് ഇപ്പോൾ സർക്കാർ ആശുപത്രി അല്ലെങ്കിൽ എന്ത് ഇതെടുത്താലും അത്ര ഒരു ആളുകൾക്കൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് സർക്കാരിന് അത് നടത്തി വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ള എല്ലാവർക്കും വലിയൊരു അതിശയമാണ്. കുറെ സ്ഥലങ്ങളിലേക്കൊക്കെ സാർ ഇത് അയച്ചല്ല, പല രാജ്യങ്ങളിലേക്കും അവർ അവിടെയുള്ള എല്ലാ ടെസ്റ്റും പാസ്സായത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, എനിക്ക് സത്യത്തിൽ ഈ ഇത് ഫസ്റ്റ് ടെസ്റ്റ് അയക്കുമ്പോൾ ഓരോ കൺസ്യൂമെന്റ് നമ്മൾ അയക്കുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയാണ് അയച്ചത്. അപ്പൊ അതിന്റെ പൈസ പോയി എന്ന് ഉദ്ദേശിച്ചാണ് നമ്മൾ അയച്ചത്. സത്യം എന്ന് വെച്ചാൽ ഒരു 2-3 ലക്ഷം രൂപ വെച്ച് ഓരോ രാജ്യത്തേക്ക് നമുക്ക് ചിലവ്, മിനിമം കോസ്റ്റ്, പ്രോഫിറ്റ് അല്ല, മിനിമം കോസ്റ്റ് നമുക്ക് ചിലവുണ്ട്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ച എന്താ വെച്ചാൽ ടെസ്റ്റ് പാസ്സാവും, നമുക്കൊരു കോൺഫിഡൻസ് കുറവായിരുന്നു. കാരണം എല്ലാവരും പറയാറുണ്ട് ഫിഷിൽ തൊട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, അതാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു റിസ്ക് എടുത്താണ് ചെയ്തത്. പക്ഷേ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിലൊക്കെ ഏറ്റവും സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. അത് 3 ടൈപ്പ് ടെസ്റ്റുകളുണ്ട്. അതെല്ലാം കവർ ചെയ്തു. എന്ന് വെച്ചാൽ ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ ന്യൂട്രീഷൻ സംബന്ധിച്ച കാര്യങ്ങൾ, ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ടെസ്റ്റ്, അത് കൂടാണ്ട് ഇതിൻ്റെ പേപ്പർ വർക്ക്, ഡോക്യുമെന്റേഷൻ, ഈ പറഞ്ഞ 3 കടമ്പയിൽ കടന്ന് അവിടുത്തെ ക്വാറന്റൈനും പാസ്സായി ശേഷമാണ് നമ്മളത് മാർക്കില്ല. അപ്പൊ അവിടുത്തെ വലിയ ഇമ്പോർട്ടേഴ്സിന് വരെ വലിയൊരു അത്ഭുതമായിരുന്നു എങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്തു. പിന്നെ ഇതിനകത്ത് കുറച്ച് പേര് പറഞ്ഞേ, സാധാരണഗതിയിൽ ഉണക്കമീനൊക്കെ നമ്മൾ പല കമ്പനിയിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും സ്മെല്ല് പുറത്തേക്ക് വരുന്ന ഒരു സംഭവമുണ്ട്. ഇത് നല്ല വളരെ പക്ക പാക്കിങ്ങും, അത് മാത്രമല്ല സ്മെല്ലേ ഉണ്ടായിട്ടില്ല. അതിന്റെ പാക്കിംഗ് സിസ്റ്റത്തിൽ വല്ല ഇതുണ്ടോ? കാരണം ഇതാണ് ഇതിന്റെ പാക്കിംഗ് വരുന്നത്, ഇതാണ് ഇതിന്റെ പാക്കിംഗ് വരുന്നത്. അപ്പൊ
ഇതിന്റെ അകത്ത് പാക്കറ്റിലാക്കിയിട്ട് വീണ്ടും വാക്യൂം ചെയ്ത് വാക്വം പാക്കിംഗ് ആണ്. അത് മാത്രമല്ല ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയത്, ചെറിയ സാറ് പറഞ്ഞനുസരിച്ച് മനസ്സിലാക്കിയത്, മോയിസ്ചർ കൺട്രോള് വളരെ കൃത്യതയോട് കൂടിയാണ് അവർ പാലിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇതിനകത്തൊരു വലിയ റീസൺ ആണ്. വളരെ റീസൺ മാത്രമല്ല, എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ അതോറിറ്റിയുടെ ടെസ്റ്റ് പാസ്സായ ശേഷമാണ് ഇത് എക്സ്പോർട്ട് നമുക്ക് അയക്കാൻ പറ്റും. എന്നാലേ പോർട്ടിൽ ഇത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ആ ടെസ്റ്റിൽ ഇവരെല്ലാം മോയ്സ്ചർ കണ്ടന്റ് എല്ലാം നോക്കും. അത് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്, എല്ലാം പാസ്സായിട്ടുണ്ട്. അപ്പൊ അത് മാത്രമല്ല, മാർക്കറ്റിൽ നിന്ന് വളരെ നല്ല ഫീഡ്ബാക്ക് കിട്ടിയേക്കണേ. നല്ല ഫീഡ്ബാക്ക് ആണ്. വളരെ കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഈ സാധനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ആളുകളിൽ ഇത്രയും ക്വാളിറ്റി പ്രോഡക്റ്റ് എത്തിക്കാൻ സാധിക്കും. അതിന്റെ ഒരു സന്തോഷമുണ്ട് അല്ലെ? അതിന്റെ ഒരു സന്തോഷമുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ന് വളരെ പ്രത്യേക സന്തോഷം എന്ന് വെച്ചാൽ നമ്മളെ മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് കണ്ട്, നമ്മളെല്ലാവരും നേരിട്ട് കണ്ട് നമ്മളെ പുതിയ പർച്ചേസ് ഓർഡറുകൾ അവർക്ക് കൈമാറി, അതിന്റെ അഡ്വാൻസ് കൈമാറി. അതുകൂടാണ്ട് നമ്മൾ പ്രപ്പോസലുകളിൽ വെച്ച് അടുത്ത നമ്മൾ ചെയ്യേണ്ട എന്ന് വെച്ചാൽ നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ, അതിനകത്ത് നമുക്ക് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകളുണ്ട്, അതുപോലെ ഫ്രോസൺ ഫിഷ് ഉണ്ട്, അതുപോലെ തന്നെ ക്യാൻഡ് പ്രൊഡക്റ്റുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് വേണം എന്ന് പറഞ്ഞ് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അനുകൂലമായ ഒരു മറുപടിയാണ് ഗവൺമെൻറ് ഭാഗത്തുണ്ടായത്. തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. ഈ മുഖ്യമന്ത്രിയും ഇതിൻ്റെ കൺസേൺഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഫിഷറീസ് മിനിസ്റ്റർ ശ്രീ സജി ചെറിയാൻ സാറ്, അതുപോലെ തന്നെ നമ്മുടെ ഈ തീരദേശ വികസന കോർപ്പറേഷൻ്റെ MD ഷെയ്ഖ് പരീസ് സാറ്, അതുപോലെ നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ഹെഡ് ചെറിയാൻ സാർ, ഇവരെല്ലാവരും ഭയങ്കരമായിട്ടൊരു സപ്പോർട്ടാണ്. ഏതൊരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അപ്പുറമുള്ള ഒരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ വളരെയധികം നമുക്ക് ഇത് കൂടുതൽ മാർക്കറ്റിലേക്ക് എത്തിക്കുവാനും നമുക്ക് ഇതിന്റെ ടേൺ ഓവർ കൂട്ടുവാനൊക്കെ സാധിക്കുന്നുള്ള ഉറപ്പ് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിലേക്ക് ഇത് മുന്നോട്ട് പോകും. തീരദേശ വികസന കോർപ്പറേഷനും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു ലോങ് ടൈം നമുക്ക് നല്ലൊരു ബന്ധം ബിസിനസ് ഉണ്ടാക്കാൻ സാധിക്കും. അതുവഴി കേരളത്തിലെ ഗവൺമെന്റ് തലത്തിലും ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് പേർക്ക് എത്രയോ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ജോലി കിട്ടുന്നു. അപ്പം ഒരുപാട് രീതിയിൽ നമുക്ക് സംഭാവന ഇതിനകത്ത് നൽകാൻ സാധിക്കും എന്ന കാര്യത്തിൽ വിശ്വാസമാണ്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് ഡെന്നിസ് ചോദിക്കുന്നത്, ഇപ്പൊ ഇവിടുന്ന് കുറെ സാധനങ്ങൾ സാമ്പിൾ അയച്ചല്ലോ മറ്റു രാജ്യങ്ങളിലേക്ക്, അപ്പൊ അവരൊക്കെ എന്താണ് ഇതിന്റെ ടേസ്റ്റിന്റെ കാര്യത്തിൽ? വളരെ നല്ല അഭിപ്രായമാണ്. എല്ലാവരും കഴിച്ച്, ഞാൻ സാറേ ഇതിൽ മറ്റെന്ത് പ്രൊഡക്റ്റ് കൊടുത്താലും, നോർമലി മറ്റൊന്ന് കൊടുത്താലും, ഇപ്പം 10 ഐറ്റം കൊടുത്താൽ ചിലപ്പം 1-2 ഐറ്റം ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ഇതിനകത്ത് എല്ലാ ഐറ്റങ്ങൾക്കും നല്ല അഭിപ്രായം, എല്ലാം നല്ല അക്സെപ്റ്റൻസ് ആണ്. ആരും മോശം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ക്വാണ്ടിറ്റിയാണ് അവർ അടുത്തവണ ആവശ്യപ്പെടുന്നത്. കൊടുത്തതെല്ലാം തീർന്നു എന്നാണ് പറയുന്നത് കടകളിൽ. അപ്പൊ ചെറിയ സാർ പറഞ്ഞതനുസരിച്ച് ഇവര് പ്ലാന്റ് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ ടെക്നോളജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ഹസാപ്പ് സർട്ടിഫിക്കേഷന് വേണ്ടി പ്ലാന്റ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലേക്കും ഇത് കയറ്റുമതി ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണല്ലോ സാറും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം കൈകോർത്ത്, ഇപ്പം നമ്മുടെ കരീം സാറ് കൂടെയുണ്ട്, അതുപോലെ ഷാജാൻ സാറുണ്ട്, ഡെന്നീസ് ഉണ്ട്. എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ്, ഒരു സപ്പോർട്ടാണ്. ഫിഷിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഒരു ജോയിന്റ് വെഞ്ചർ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് പല രീതിയും വിജയിപ്പിക്കുന്നത്. അപ്പൊ അതിന് തീർച്ചയായിട്ടും പിന്നെ ഏതൊരു പ്രോഡക്റ്റിനും ഇതിന്റെ മാർക്കറ്റിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ ഈസി എക്സ്പോർട്സിന്റെ ടീമില് എല്ലാ വിദഗ്ധ ആളുകളും ഉണ്ട്. ഇപ്പൊ ഫിനാൻസിന്റെ ആയാലും മാർക്കറ്റിംഗിന്റെ ആയാലും പ്രൊഡക്ഷന്റെ ആയാലും എക്സ്പോർട്ട് ഇമ്പോർട്ടിന്റെ ആയാലും. അപ്പോ നമുക്ക് ഒരുപാട് ആളുകൾ നമ്മളുമായി കൺസൾട്ട് ചെയ്യാറുണ്ട് ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇതിനനുസരിച്ച്. അത് അന്വേഷിക്കാനും ചോദിക്കാനും പറയാനും. അപ്പൊ പലരുടെയും പ്രോബ്ലം എന്താന്ന് വെച്ചാല് അവർ വന്ന് ചോദിക്കുന്ന ചോദ്യം, ഞങ്ങളുടെ കയ്യിൽ ചിലവരുടെ കയ്യിൽ പ്രോഡക്റ്റ് ഉണ്ട്, ഇത് എങ്ങനെ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കും, അവർക്ക് ഇത് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെടും എന്ന ചോദ്യവും. കൂടാതെ ചിലര് ചോദിക്കും, ഞങ്ങൾക്ക് എങ്ങനെ ബയേഴ്സിനെ കിട്ടും. അപ്പൊ ഇതിനൊക്കെ മറുപടി പറയാൻ പറ്റിയ ആളാണ് നമ്മുടെ കൂടെ മിസ്റ്റർ ഡെന്നീസ്. കാരണം ഡെന്നീസ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലും വെബ്സൈറ്റ് ഡിസൈനിങ്ങിലും ഒക്കെ നല്ല പ്രാഗൽഭ്യമുള്ള ആളാണ്. അദ്ദേഹം ഒരുപാട് പേർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡെന്നീസ്, ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കുവാനും അതുപോലെ തന്നെ മറ്റേ ബയേഴ്സിനെ കണ്ടുപിടിക്കാനൊക്കെ എന്താ മാർഗങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? നമ്മുടെ ഒരുപാട് പേര് നമ്മളുമായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ അതിന്റെ പോരായ്മകളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പൊ ഒന്ന് അതേപ്പറ്റി ഒന്ന് വിശദീകരിച്ച്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വരുമ്പം എങ്ങനെ ബയേഴ്സിനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യം.
അതായത് ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് രീതിയിൽ പറയുവാണെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ എടുത്തിട്ട് കസ്റ്റമേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കാലം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി. അപ്പോൾ നമുക്കൊരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് നീഡ് ആണെന്നുണ്ടെങ്കിൽ അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ടോപ്പിൽ വന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് അവർക്ക് അതിൻ്റെ ഡേറ്റ എടുത്ത് കോൺടാക്ട് ചെയ്യാൻ പറ്റുക. അതല്ലെന്നുണ്ടെങ്കിൽ അവരവരുടെ പ്രൊഡക്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ എ ഉപയോഗിച്ച് ആ ഒരു ഡേറ്റ നമുക്ക് കളക്ട് ചെയ്തിട്ട് അവർക്ക് നമ്മുടെ ആഡുകൾ റിപ്പീറ്റ് ചെയ്യാൻ പറ്റണം. അതായത് ആവശ്യക്കാരിലേക്ക് കറക്റ്റായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആഡുകൾ കറക്റ്റായിട്ട് എത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ലീഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ അവരുമായിട്ട് സംസാരിച്ചൊരു നല്ല റിലേഷൻ ബിൽഡ് ചെയ്താൽ മതി. അപ്പം ഇതിൻ്റെ ഒരു മെയിൻ കോർ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഫൈൻഡ് ചെയ്യേണ്ടത് മാർക്കറ്റിനെ കുറിച്ച് സ്റ്റഡി നടത്തണം. ഇപ്പം US എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് എടുക്കുക. ആ മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും ഷോർട്ടേജ് ഉള്ള പ്രൊഡക്റ്റ് എന്താണ്? ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ സെർച്ച് വോളിയം ഏറ്റവും കൂടുതലുള്ള പ്രൊഡക്റ്റ് എന്താണ്, അതിൻ്റെ മാർക്കറ്റിൽ ഇപ്പോഴത്തെ അവൈലബിലിറ്റി എന്താണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന എന്നാൽ അവൈലബിലിറ്റി കുറവുള്ള പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് എന്ത് റേറ്റിൽ ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ കൊടുക്കാൻ പറ്റും, കോമ്പറ്റേറ്റീവ് പ്രൈസിൽ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ പ്രൊഡക്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടോ, 2 നമ്മുടെ പ്രൈസ് കോമ്പറ്റേറ്റീവ് പ്രൈസ് ആണ്, 3 നമുക്ക് ഏറ്റവും ബെസ്റ്റ് സർവീസ് കൊടുക്കാൻ പറ്റും. ഈ 3 കാര്യങ്ങളും കൂടെ കോർത്തിണക്കിക്കൊണ്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ നമുക്ക് കറക്റ്റായിട്ട് റൺ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമർ എൻക്വയറീസ് വരും. അപ്പം അങ്ങനെ നമുക്ക് ലീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ലീഡ് ജനറേറ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാം, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഷാജാൻ സാറും അനസ് സാറൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആളുകളെ സംസാരിച്ച് അത് അതിൻ്റെ അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അതിനെക്കുറിച്ച് ഷാജാൻ സാറാണ് പറയുക. അപ്പം ഞാൻ ഈ ലീഡ് ജനറേറ്റ് ചെയ്യുന്നവരുള്ള കാര്യങ്ങൾ പറഞ്ഞു, ബാക്കി കാര്യങ്ങൾ ഷാജാൻ സാർ പറഞ്ഞു. ഡെന്നിസ്, ഒരു കാര്യം കൂടി, പലരും ഇപ്പൊ എക്സ്പോർട്ട് ഫീൽഡിലേക്ക് ഇറങ്ങി വരുമ്പോഴേ അവർക്ക് പ്രോഡക്റ്റ് ഉണ്ടാവാം. അത് കഴിഞ്ഞിട്ട് അവർ ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യും. അപ്പൊ ഇവരുടെയൊക്കെ മനസ്സിൽ ഞങ്ങൾക്ക് ഓർഡർ ഒക്കെ കിട്ടട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് പരസ്യം ചെയ്യാം, എന്നിട്ട് ഞങ്ങൾ വെബ്സൈറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പരസ്യ രംഗത്തേക്ക് ഇറങ്ങാന്നൊക്കെ പറയുന്നു. പക്ഷെ സത്യത്തില് അങ്ങനെ ഓർഡർ ഒക്കെ കിട്ടിയതിന് ശേഷമാണോ ഇറങ്ങേണ്ടത്? അത് തുടക്കം തന്നെ നമ്മൾ ഈ പ്രോഡക്റ്റിനെ ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടെന്നും അത് നിങ്ങൾ ഇന്ന ആവശ്യത്തെ ഫുൾഫിൽ ചെയ്യുന്നൊക്കെ അങ്ങനെയല്ലേ വേണ്ടത്? അതൊരു വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന പല കമ്പനീസും പറയുന്നത്, നിങ്ങൾക്ക് ഓർഡർ ഉണ്ടോ? ഇപ്പം എന്നെ പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്കൊരു ഓർഡർ തരാൻ പറ്റുമോ, ഞങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവരത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലില്ല. മാർക്കറ്റിംഗ് അല്ല, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരാമോ, ഞങ്ങളത് ചെയ്യാം, നിങ്ങൾക്ക് അതിനുള്ള പ്രോഫിറ്റിൻ്റെ ഷെയർ തരാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സോ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു 10 പേര് അറിഞ്ഞാൽ മാത്രമേ നമുക്കതിൽ എൻക്വയറി വരത്തുള്ളൂ. ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്ന ബിസിനസ് ഒരുപാട് ആളുകൾ അറിയുന്നത് കൊണ്ട്, നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെന്നുള്ള അവയർനെസ് മാക്സിമം ആളുകളിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എൻക്വയറീസ് വരുന്നത്. ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ ECS സ്പോർട്സിൽ എല്ലാവരും തന്നെ എബ്രോഡൊക്കെ നല്ല കോൺടാക്ട്സ് ഉള്ളവർ, എബ്രോഡൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ കോൺടാക്ട് ബേസിസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കുറേ ആളുകൾക്ക് അറിയാം. പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ടോപ്പ് റാങ്കിങ്ങിൽ വരുന്നുണ്ട്. പല കീവേഡ്സിൽ നമ്മുടെ വെബ്സൈറ്റുകൾ ടോപ്പ് റാങ്കിങ് ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ആളുകളും നമ്മളെ കോൺടാക്ട് ചെയ്യും. കാരണം നമ്മളൊരു അവയർനെസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ചെയ്യുന്നത് എക്സ്പോർട്ട് ബിസിനസ് ആണ്, ഇന്ന രീതിയിലുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഞങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ബിസിനസ്സിൽ കൂടുതൽ എൻക്വയറീസ് വരുന്നത്, നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇതിനേക്കാളും നല്ല പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് നല്ല പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ബിസിനസ് കിട്ടത്തില്ല. അപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും നിങ്ങളുടെ മാർക്കറ്റിംഗ് മോശമാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് ബെറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ് കൊണ്ടുവരാനും സക്സസ് ആകാനും സാധിക്കും. അപ്പം അതിലെനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു ഫണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം മാർക്കറ്റിംഗ് സക്സസ് ആയാൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് പൈസ ഇങ്ങോട്ട് വരത്തുള്ളൂ. നമ്മുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ കമ്പനിക്ക് ഇൻകം കിട്ടുന്നത്. അപ്പോൾ അതിനെ ഒരു സീരിയസ് ആയിട്ട് കണ്ടിട്ട് നമ്മൾ ബ്രാൻഡിങ് അഡ്വർടൈസ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ ഷാജാൻ സർ. ഓക്കെ, അപ്പൊ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ സമീപിക്കുന്ന പലരും പ്രോഡക്റ്റുകളുണ്ട്, അല്ലെങ്കിൽ 1-2 ബയേഴ്സിനെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇത് ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത് പ്രൊഡക്ഷൻ എടുത്ത് അല്ലെങ്കിൽ ട്രേഡിംഗ് നടത്തി മുന്നോട്ട് പോകാനുള്ള
ഫിനാൻസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി എക്സ്പോർട്സിൽ തന്നെ ഫൈനാൻസ് എക്സ്പേർട്ട് ഉണ്ട്, മിസ്റ്റർ കരീം സാർ. അപ്പോൾ കരീം സാറിനോട് നമുക്ക് ചോദിക്കാം, ഇപ്പോൾ ഒരു കയ്യിലൊരു പ്രോഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ബയേഴ്സ് ഉണ്ട്, അപ്പോൾ ഇതിനെ പ്രോസസ്സ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പൈസ ഇല്ല. അപ്പോൾ ഈ പൈസ എങ്ങനെ സമ്പാദിക്കും? അത് ചിലപ്പോൾ ബാങ്കിൽ നിന്നാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയിൽ നിന്നാവാം. പക്ഷെ പൈസ കിട്ടിയാൽ മാത്രം പോരാ, അതിനൊരു ഡിസിപ്ലിൻ കൂടെ വേണമല്ലോ. അപ്പൊ എങ്ങനെ നമുക്ക് ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഫൈനാൻസ് കിട്ടും എന്നത് നമുക്ക് നമ്മുടെ ഫൈനാൻസ് എക്സ്പെർട്ടായ കരീം സാറിനോട് ചോദിക്കാം. സാർ, എങ്ങനെ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഫൈനാൻസ് അതെ ഒരു ഫൈനാൻസിന് വേണ്ടിയിട്ട് ആളുകളെ നോക്കുന്ന ബാങ്ക് ആവാം, അല്ലെങ്കിൽ ഇവിടെ അതിന് ഗവൺമെന്റ് തലത്തിലും ഒരുപാട് സപ്പോർട്ട് ഉണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെയൊക്കെ നമുക്ക് ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഇന്ന് ഏത് പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനും ഫൈനാൻസ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം ഇവിടെ ബാങ്കിങ് സിസ്റ്റം ആയാലും ഗവൺമെൻറ് സിസ്റ്റം ആയാലും ഒരുപാട് ഫൈനാൻസ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ പ്രോജക്റ്റിൻ്റെ ഇക്കണോമിക് വയബിലിറ്റിയാണ്. അത് പ്രോജക്റ്റ് ഇക്കണോമിക്കലി വയബിൾ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഏത് ബാങ്കിങ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനും അതല്ലെങ്കിൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിലാണെങ്കിലും നമുക്ക് സപ്പോർട്ട് ലഭ്യമാകുന്നതാണ്. പക്ഷേ ഏതെല്ലാം സ്കീമാണ് അതിനു വേണ്ടി ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ എസ്പെഷ്യലി MSME സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്കീംസ് സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ആൾക്കാർക്ക് കാഴ്ചപ്പാടുകളുമില്ല, അതിനെപ്പറ്റിയുള്ള നോളജും ഇല്ലാത്തതുകൊണ്ട് പലരും ആ സ്കീമൊന്നും അവൈൽ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെപ്പറ്റി എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ സമീപിക്കുക, അവരോട് ഡിസ്കസ് ചെയ്യുക. ഈ പ്രോജക്റ്റ് നിങ്ങളുടെ മനസ്സിലുള്ള ആശയം ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടായിട്ട് അത് ഡോക്യുമെൻ്റ് ചെയ്യുക, അതിൻ്റെ ഇക്കണോമിക് വയബിലിറ്റി നോക്കുക, അതിൻ്റെ ഒരു 7 വർഷത്തെ 8 വർഷത്തെ പ്രോഫിറ്റബിലിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ക്യാഷ് ഫ്ലോ, ഇതെല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കോസ്റ്റിംഗ് കാര്യങ്ങളും ഇതെല്ലാം നോക്കിയിട്ട് അതിനുശേഷം ഏതെങ്കിലും ബാങ്കിനെയോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയോ സമീപിച്ചാൽ തീർച്ചയായിട്ടും ഈ ഫൈനാൻസിങ് എന്നുള്ള ആ ഒരു സമസ്യ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇന്നത്തെ ഈ യാത്ര, ഈ വീഡിയോ കുറച്ച് ഷേക്കൊക്കെ ഉണ്ട്. കാരണം ഞങ്ങൾക്ക് യാത്രയിലാണ് ഇപ്പോൾ സമയം കിട്ടിയുള്ളൂ. കാരണം എല്ലാവരും കുറെ ദിവസങ്ങളും നാളുകളുമായിട്ട് ബിസി ആയതുകൊണ്ട് ഈ യാത്രയിൽ ആണ് ഇപ്പോൾ ഒരു സമയം കിട്ടിയതുകൊണ്ടാണ് വീഡിയോ വണ്ടിയിലിരുന്ന് പിടിച്ചത് കൊണ്ട് അല്പം ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും ജനറലായിട്ട് പറഞ്ഞ ഇന്നത്തെ യാത്ര കോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ തീരദേശ ഡിപ്പാർട്ട്മെന്റിന്റെ ഫിഷിനെ പറ്റിയുള്ള ഫ്യൂച്ചർ പ്ലാനുകളും അല്ലെങ്കിൽ അത് പുതിയ ഓർഡർ സബ്മിറ്റ് ചെയ്തതിനെ കുറിച്ചാണെങ്കിലും ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഏതൊരു പ്രോഡക്റ്റും ഗുണനിലവാരത്തോടു കൂടി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് വിറ്റഴിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, അതിന് ആവശ്യക്കാരും ഉണ്ടാവും. അപ്പം നമ്മുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട് എങ്കിൽ അതിനെ ശരിയായ രീതിയിൽ അഡ്വർടൈസ്മെന്റ് ചെയ്ത് മാർക്കറ്റിൽ ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞാൽ അതിന് ഫണ്ടിങ് തരുവാനായിട്ട് കൃത്യമായിട്ട് ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും സെൻട്രൽ ഗവൺമെന്റ് ആയാലും പദ്ധതികളുണ്ട്. അതിന് കൃത്യമായ പ്ലാൻ വേണം. ആ പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോയി ഈ പ്രോഡക്റ്റ് ശരിയായ രീതിയിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്തേക്കും നമ്മുടെ പ്രോഡക്റ്റ് കയറ്റുമതി ചെയ്യാൻ പറ്റും. ഈ വരുന്ന 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ വലിയൊരു എക്സ്പോർട്ടിംഗ് രാജ്യമായിട്ട് മാറാൻ പോവുകയാണ്. അതുകൊണ്ട് നിലവിൽ എക്സ്പോർട്ട് രംഗത്തേക്കും ബിസിനസ് രംഗത്തേക്കും മാനുഫാക്ചറിംഗ് രംഗത്തേക്കും ഒക്കെ വരാൻ ഉദ്ദേശിക്കുന്നവർ എത്രയും പെട്ടെന്ന് ആരെയൊക്കെയാണോ സമീപിച്ച് ഇതേക്കുറിച്ച് മനസ്സിലാക്കി ഈ ബിസിനസ് രംഗത്തേക്ക് കടന്നു വരണം. എക്സ്പോർട്ടിംഗിലേക്ക് പുതിയതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും എക്സ്പോർട്ടിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് രംഗത്തേക്ക് മാനുഫാക്ചറിംഗ് രംഗത്തേക്കൊക്കെ പുതിയതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈസി എക്സ്പോർട്ടിൽ നിന്ന് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയും കിട്ടും. ആർക്കെങ്കിലും
എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു മടിയുമില്ലാതെ ഈസി എക്സ്പോർട്ടിനെ സമീപിക്കാം. കാരണം ഇതിനകത്തുള്ള എല്ലാവരും പ്രത്യേക മേഖലകളിൽ എക്സ്പേർട്ട് ഉള്ള ആളുകളാണ്. അത് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും ഒരു മടിയില്ല. ഞങ്ങൾക്ക് അറിയില്ലാത്തത് ഞങ്ങൾ മറ്റുള്ള ആളുകളുമായി ചോദിച്ചിട്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് ബിസിനസ് രംഗത്തേക്ക് എല്ലാവരും കടന്നു വരിക. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് ബിസിനസ്സിലൂടെയാണ് എന്ന് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ആളുകളുടെ റെസ്പോൺസ് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ എല്ലാവിധ സപ്പോർട്ടുകളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതിനുള്ള സാഹചര്യവും ഇവിടെയുണ്ട്. ശരിയായ രീതിയിൽ ബിസിനസ് നടത്തിയാൽ വിജയിക്കാവുന്നതേ ഉള്ളൂ. ശരിയായ രീതിയിൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഗുണനിലവാരത്തോടുകൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനെ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്താണ് വേണ്ടത്? നമ്മുടെ കൂടെ നിന്നിട്ട് എക്സ്പോർട്ട് ബിസിനസ് കൂടെ നിന്ന് പഠിക്കാനുള്ള അവസരം, നമ്മളോട് അസോസിയേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാനുള്ള അവസരം. ഈസി എക്സ്പോർട്സ് മറ്റൊരു കാര്യം കൂടി, കാരണം ഒരുപാട് പേർക്ക് പുതിയതായിട്ട് എക്സ്പോർട്ട് രംഗത്തേക്ക് വരുന്നവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്ന് ബിസിനസ് ചെയ്ത് പഠിക്കാനുള്ള അവസരവും ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേകമായിട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കി തരാം. ഞങ്ങൾ കണ്ടെയ്നർ അയക്കുമ്പോഴും നിങ്ങൾക്ക് വന്ന് കാണാം, അല്ലെങ്കിൽ അത് പല രീതി ചോദിച്ച് മനസ്സിലാക്കാം. അതിനുള്ള അവസരം കൂടി ഈസി എക്സ്പോർട്സ് ഒരുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ട് എങ്കിൽ അത് കോണ്ടാക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ചോദിക്കുക. ഏത് രീതിയിലും എക്സ്പോർട്ട് രംഗത്ത് ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്. അത് നിങ്ങൾക്ക് നേരത്തെ അറിയാം, ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നല്ല ശുഭദിനങ്ങൾ വരട്ടെ ഈ എക്സ്പോർട്ട് രംഗത്ത് എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു മടിയില്ലാതെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സൈൻ ഓഫ്. ഓക്കെ, ബൈ ബൈ. ഈ വീഡിയോ ഇങ്ങനെ ഷെയ്ക്ക് ആയാല് സോറി, കാരണം വണ്ടിയിലിരുന്ന് തന്നെയാണ് ഞങ്ങൾ. ധൃതി, കുറെ ബിസി ലൈഫാണ് ഇപ്പോൾ ഉള്ളത്. ബിസിനസിന്റെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പല സ്ഥലത്തേക്ക് പോവാണ്. ഇന്നാണ് ഒന്ന് ഒരുമിച്ച് കിട്ടിയത്. അപ്പോൾ വീണ്ടും മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായിട്ട് ഉടനെ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്.